മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയിൽ ക്ഷണിക്കാതെ എത്തിയ അതിഥി ആരാണ്? പുലിയാണെന്നുള്ള സോഷ്യൽ മീഡിയ വാദം തള്ളുകയാണ് രാഷ്ട്രപതി ഭവനും ഡൽഹി പോലീസും. ദൃശ്യങ്ങളിലുള്ളത് വളർത്തപൂച്ചയാണെന്നും അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും ഡൽഹി പോലീസ് ട്വീറ്റ് ചെയ്തു. വിശദാംശങ്ങളുമായി അച്യുതൻ ചേരുന്നു. അച്യുതൻ, ഗുഡ് മോർണിംഗ്. അച്യുതൻ, ആ പൂച്ചയെ കണ്ടിരുന്നോ? എല്ലാവരും ആ കൗതുകത്തോടെയാണ് ആ ദൃശ്യങ്ങൾ കണ്ടത്. കാരണം ഈ സത്യപ്രതിജ്ഞ നടക്കുന്ന സമയത്ത് അതീവ സുരക്ഷയിലാണ് എന്നുള്ളത് മറുവശം. അതിനകത്തൂടെ ഒരു പുള്ളിപ്പുലി പോവുക എന്ന് പറഞ്ഞാൽ അത് കൗതുകത്തോടെയാണ് എല്ലാവരും ആ ദൃശ്യങ്ങൾ കണ്ടത്. ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ദൃശ്യങ്ങൾ വ്യാപകമായിട്ട് ഈ സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചത്. പുള്ളിപ്പുലിയാണോ എന്ന സംശയത്തിൽ ചോദ്യചിഹ്നമിട്ട് കുറേയധികം ആളുകൾ പ്രചരിപ്പിച്ചു. അതുപോലെ തന്നെ രാഷ്ട്രപതി ഭവനത്ത് കുരങ്ങനെത്തിയതാണോ എന്നതടക്കമുള്ള പലതരത്തിലുള്ള തലക്കെട്ടുകളോടുകൂടിയാണ് ഈ ചിത്രം പ്രചരിച്ചത്. ഈ ദുർഗ ഉയിക്കയുടെ സത്യപ്രതിജ്ഞ സമയത്താണ് അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ പശ്ചാത്തലമായി ഈ ഒരു മൃഗം എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു ജീവി എന്ന നിലയിൽ ഇതും പോകുന്നത്. അതോടുകൂടിയാണ് ഈ സംശയം പുള്ളിപ്പുലിയാണോ എന്നുള്ള തരത്തിൽ ഉയർന്നത്. പക്ഷേ ഡൽഹി പോലീസ് തന്നെ ഒരു സ്ഥിരീകരണം തന്നു. ഇത് നിങ്ങൾ ആശങ്കപ്പെടുന്ന പോലെയോ അല്ലെങ്കിൽ ഈ പ്രചരിക്കും പോലെയുള്ള വാർത്ത അത് തെറ്റാണ്. ഇത് പുള്ളിപ്പുലിയൊന്നുമല്ല, ഇതൊരു വളർത്തു പൂച്ചയാണ് എന്നുള്ളതാണ് ഡൽഹി പോലീസ് നൽകിയിരിക്കുന്ന വിശദീകരണം. അതുകൊണ്ട് തന്നെ വ്യാജ പ്രചരണങ്ങൾ ഒഴിവാക്കണമെന്നുകൂടി പോലീസ് പറയുന്നുണ്ട്. കാരണം ഈ ബംഗാൾ കാറ്റ് പോലുള്ള ചില പൂച്ചകൾക്ക് അത്യാവശ്യം സാധാരണ പൂച്ചകളെക്കാൾ വലിപ്പം കൂടുതലും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അത്തരം പൂച്ച ആകാനും സാധ്യതകളുണ്ട്. അതുകൊണ്ടാണ് ഈ പുള്ളിപ്പുലി അല്ല എന്നുള്ള ഒരു സ്ഥിരീകരണം കൂടി ഇപ്പോൾ ഡൽഹി പോലീസ് നടത്തിയിരിക്കുന്നത്. എന്തായാലും എല്ലാവരും ഒരുപോലെ പങ്കുവെച്ചുകൊണ്ട് ഈ ഒരു പുള്ളിപ്പുലിയാണ് എന്നുള്ള രീതിയിൽ പങ്കുവെച്ചുകൊണ്ട് വാർത്തകൾ പ്രചരിച്ചിരുന്നു. കൗതുകത്തോടു കൂടി തന്നെയാണ് എല്ലാവരും വാർത്തകൾ കണ്ടത്. എന്തായാലും ഇപ്പോൾ ആ സ്ഥിരീകരണം വന്നിരിക്കുന്നു. പുള്ളിപ്പുലിയല്ല, വളർത്തുപൂച്ചയാണെന്നാണ് അറിയിച്ചിരിക്കുന്നത്. താങ്ക് യു അച്യുതൻ.